നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത് നൂറുകണക്കിന് പ്രവാസികൾ. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ജിദ്ദ KMCC വോട്ട് വിമാനത്തിൽ നാട്ടിലെത്തിച്ചവരെ അണിനിരത്തി മലപ്പുറത്ത് ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവാസി റാലി നാടിന് കൗതുകവും ആശ്ചര്യവുമായി മാറി. ഇന്ത്യ ജയിക്കണം, മതേതരത്വം വീണ്ടെടുക്കണം എന്ന പ്രമേയം മുൻനിർത്തി 1.5 മാസമായി ജിദ്ദ KMCC നടത്തിവരുന്ന ക്യാമ്പയിന്റെ അവസാന ഘട്ടമാണ് വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ KMCC വോട്ട് വിമാന സർവീസ് നടത്തിയത്. ജിദ്ദ KMCC എന്ന് നാമകരണം ചെയ്ത മനോഹരമായ ഷാളും വെള്ളത്തൊപ്പിയും അണിഞ്ഞ നൂറുകണക്കിന് KMCC പ്രവർത്തകർ അണിനിരുന്ന റാലി മലപ്പുറം കിഴക്കേതലയിൽ വെച്ച് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയ്ക്ക് പതാക കൈമാറിയാണ് റാലി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യ ജയിക്കണം, മതേതരത്വം വീണ്ടെടുക്കണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KMCC നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രവാസി വോട്ട് UDF-ന് എന്ന സന്ദേശവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് KMCC പ്രവർത്തകന്മാരാണ് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് സ്പൈസ് ജെറ്റ് വിമാനം വഴി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ KMCC വോട്ടർമാരടക്കമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവാസി റാലിയാണ് ഇന്ന് മലപ്പുറത്ത് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ KMCCക്ക് പറയാനുള്ള സുപ്രധാനമായ നിരവധി വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഒരു കോടിയിലധികം ഇന്ത്യക്കാർ പ്രവാസികളായി ജോലി ചെയ്യുന്നുണ്ട് എന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക റിപ്പോർട്ടാണ്. ആ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം തന്നെ ഇത്രയേറെ ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരം ആളുകളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ UPA ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവാസി മന്ത്രാലയം രൂപീകരിച്ചിരുന്നത്. ആ പ്രവാസി മന്ത്രാലയം ക്യാബിനറ്റ് റാങ്കുള്ള പ്രവാസി മന്ത്രിയെയും BJP ഗവൺമെൻറ് നരേന്ദ്രമോദി പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇങ്ങനെ പ്രവാസികളുടെ വിഷയങ്ങളിൽ നിരുത്തരവാദിത്തപരമായ സമീപനം സ്വീകരിച്ച BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് KMCCക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ രാജ്യത്തെ വോട്ടർമാരോട്, ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഗവൺമെൻറ് ഇവിടെ കോവിഡ് വന്ന് കൊറോണ കാലത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രവാസികൾ കഷ്ടപ്പെട്ടപ്പോൾ അവർ അഭയം തേടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ വിമാനത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ ഭയാനകരമായ രീതിയിൽ പ്രവാസികളെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ്. കോവിഡ് വൈറസ് വാഹകർ എന്നാണ് അന്ന് കേരള ഗവൺമെൻറ് പ്രവാസികളെ വിളിച്ചത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ചെയ്തികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി അത് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ഇടതു മുന്നണിക്കും BJP മുന്നണിക്കുമെതിരെയുള്ള ഒരു പ്രചാരണമാണ് KMCC ഇവിടെ നടത്താൻ പോകുന്നത്.